ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. 2 മാസങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടികളും മുന്നണികളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനകീയ താൽപ്പര്യങ്ങൾ അങ്ങേയറ്റം മുന്നിലേക്ക് വരും. അതുകൊണ്ട് മുൻപേ എടുത്ത ചില തീരുമാനങ്ങൾ മാറി മറിയുകയും ചെയ്യാം. അത്തരം ഒരു അനുഭവമാണ് ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. വാർത്തകളിലും ആ അനുഭവ സംഭവ്യത വാർത്തയായി മാറിയിരിക്കുന്നു. മാതൃഭൂമിയുടെ ലീഡ് വാർത്ത കാണുക. മെത്രാൻ കായൽ അനുമതി റദ്ദാക്കും എന്ന ശീർഷകത്തിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മെത്രാൻ കായൽ, കടമക്കുടി പാടം എന്നിവ നികത്തലിന് വേണ്ടി മന്ത്രിസഭാ യോഗം ഒരു അസാധാരണ ഉത്തരവ് പ്രകടിപ്പിക്കുകയുണ്ടായി. നികത്താൻ തീരുമാനിക്കുന്ന ഉത്തരവാണ് പ്രത്യേക ഇനമായി ക്യാബിനറ്റ് യോഗത്തിൽ ചേർത്ത് പാസാക്കി കളഞ്ഞത്. എന്നാൽ അതിനെതിരെ വൻ പ്രതിഷേധങ്ങൾ ഉയരുകയുണ്ടായി. KPCC പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് പരസ്യമായി പ്രഖ്യാപിച്ചു. അങ്ങനെ അതൊരു ഇഷ്യൂവായി മാറി. തെരഞ്ഞെടുപ്പിൻ്റെ ആസന്ന പശ്ചാത്തലത്തിൻ്റെ സാഹചര്യത്തിൽ അത് മാറ്റി തീർക്കുകയുണ്ടായി. അത് റദ്ദാക്കിയിട്ടില്ല എങ്കിലും ആ ഉത്തരവ് മന്ത്രിസഭ പ്രത്യേക ഇനമായി എഴുതി ചേർത്ത് നൽകിയ ആ ഉത്തരവ് റദ്ദാക്കും എന്നാണ് മാതൃഭൂമി നിരീക്ഷിക്കുന്നത്. എല്ലാ പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ മാതൃഭൂമി ഇങ്ങനെ തരുന്നു. മെത്രാൻ കായലിൽ പാടശേഖരം നികത്തി വിനോദസഞ്ചാര പദ്ധതിക്കും എറണാകുളത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കായി നിലം നികത്താനുള്ള അനുമതി മന്ത്രിസഭ റദ്ദാക്കിയേക്കും. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭ ഇത് പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ എടുത്ത ഈ വിവാദ തീരുമാനങ്ങളെ KPCC പ്രസിഡന്റ് VM സുധീർ എതിർത്തിരുന്നു. തീരുമാനം പിൻവലിക്കാൻ അദ്ദേഹം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതാണ് തീരുമാനം റദ്ദാക്കാൻ കാരണമായത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം വിവാദങ്ങൾ ഗുണം ചെയ്യില്ല എന്ന കാഴ്ചപ്പാടാണ് KPCCക്ക്. അഴിമതിയാണ് എന്നാരോപിച്ച് പ്രതിപക്ഷവും ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. അഴിമതി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അല്ലാതെ ഉണ്ടോണ്ടിരുന്ന നായർക്ക് പെട്ടെന്ന് ഒരു ഉൾവിളി പോലെ ഒരു പ്രത്യേക പരിപാടിയായി ഇത് ക്യാബിനറ്റിൽ എഴുതി ചേർത്ത് അടിയന്തിരമായി ഇത് അനുവദിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും ആ തീരുമാനം റദ്ദാക്കിയേക്കും. തെരഞ്ഞെടുപ്പിൻ്റെ ആസന്ന പശ്ചാത്തലം സാധാരണക്കാർക്ക് വേണ്ടി നൽകുന്ന ചില നല്ല ഗുണങ്ങളാണ് ഇതൊക്കെ. ഇന്ന് ലോക വനിതാ ദിനമാണ്. അതേ സംബന്ധിച്ച വാർത്തകൾ, റൈറ്റപ്പുകൾ, മുഖപ്രസംഗങ്ങൾ എന്നിവയൊക്കെ ധാരാളമായി പത്രങ്ങളിൽ നമുക്ക് തരുന്നു. ലോക വനിതാ ദിനത്തെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് രംഗത്ത് വനിതകൾക്ക് ലഭിക്കുന്ന പ്രാതിനിധ്യത്തിൻ്റെ ഒരു പക്ഷേ അതിൻ്റെ നിസ്സാരമായ ഒരു പങ്കിനെ സംബന്ധിച്ച ഒരു വാർത്താവിഭവം മാതൃഭൂമി 1-ാം പേജിൽ തരുന്നു. നാണിക്കേണ്ടേ നാം എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. N. സുസ്മിതയാണ് മാതൃഭൂമിയുടെ 1-ാം പേജിൽ ആ വാർത്ത നമുക്ക് തരുന്നത്. കേരള നിയമസഭയിലെ വനിതാ പ്രാതിനിധ്യം 5% മാത്രമാണ്. ഇന്ത്യയിൽ 51% വോട്ടർമാർ സ്ത്രീകളാണെങ്കിൽ ലോക്സഭയിലെ വനിതാ പ്രാതിനിധ്യം 9.17% മാത്രം. പകുതിയിലധികം സ്ത്രീകളുണ്ടെങ്കിലും 10% പോലും സ്ത്രീ പ്രാതിനിധ്യം തിരഞ്ഞെടുക്കപ്പെട്ട സമിതികളിൽ, പ്രത്യേകിച്ച് അസംബ്ലി മുതൽ നമുക്കില്ല. ഇത്തവണയെങ്കിലും കേരള നിയമസഭയിൽ സ്ത്രീകളുടെ അംഗബലം 10%-ലെത്തുമോ? ജനാധിപത്യ പ്രബുദ്ധരെന്ന് മേനി നടിക്കുന്ന കേരളത്തിൽ കഴിഞ്ഞ 2 സഭകളിലും വനിതാ പ്രാതിനിധ്യ ശതമാനക്കണക്കിൽ കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും. വെറും 5% മാത്രം. 140 MLA-മാരിൽ 7 പേർ. 33% വനിതാ സംവരണത്തിന് വേണ്ടി എല്ലാവരും വാദിക്കുമെങ്കിലും സ്ത്രീകളെ മത്സരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്ര താല്പര്യമില്ല എന്ന് വ്യക്തം. ഏതായാലും സുസ്മിതയുടെ ഈ വാക്കുകൾ മുന്നണികൾ സശ്രദ്ധം കേൾക്കും എന്ന് വനിതാ ദിനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. വനിതാ ദിന സാഹചര്യത്തിൽ നമുക്ക് അതുമായി ബന്ധിപ്പിച്ച് എത്തിക്കുന്ന വാർത്ത
മാതൃഭൂമിയുടെ ഒന്നാം പുറത്ത് നമുക്ക് കാണാം, ബ്രിട്ടനിൽ ആദ്യമായി ആർത്തവ അവധി നൽകി കമ്പനി. ബ്രിട്ടൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ആർത്തവകാലം സ്ത്രീകൾക്ക് അവധിക്കാലമായി ഒരു കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്ന വാർത്തയാണ് മാതൃഭൂമി തരുന്നത്. മാസമുറക്കാലത്ത് സ്ത്രീകൾക്ക് ശമ്പളത്തോടു കൂടിയ അവധി അനുവദിക്കാൻ ബ്രിട്ടീഷ് കമ്പനി കോ-എക്സിസ് തീരുമാനിച്ചു. മാസമുറ അവധി നടപ്പാക്കുന്ന ആദ്യ ബ്രിട്ടീഷ് കമ്പനിയാണിത്. ഇവിടുത്തെ 24 ജീവനക്കാരിൽ 17 പേരും സ്ത്രീകളാണ് എന്നത് ഒരു കാരണമായിരിക്കാം. ഏതായാലും ആദ്യമായി ബ്രിട്ടനിലൊരു കമ്പനി ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് വാർത്തയായി തീരുമ്പോൾ 6 വർഷം മുമ്പ് ഒരു ഇന്ത്യൻ കമ്പനി അത് നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് ബീഹാറിലും ഒരു കമ്പനി അത് നടപ്പാക്കിയിട്ടുണ്ട്. ബീഹാർ സർക്കാരിലെ ചില വകുപ്പുകളിൽ 20 കൊല്ലമായി ഈ അവധി നിലനിൽക്കുന്നുണ്ട്. പിന്നോക്കമെന്ന് നാം കരുതുന്ന ബീഹാറിൽ 20 വർഷങ്ങളായി സർക്കാരിൻ്റെ ചില വകുപ്പുകളിൽ ഇത് നിലനിൽക്കുന്നുണ്ട് എന്ന് പത്രം പറയുന്നു. എന്തുകൊണ്ട് ചില വകുപ്പുകളിലേക്ക് അത് ചുരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും ചില വകുപ്പുകളിലെങ്കിലും അതുണ്ട്. കേരളത്തിൽ നമുക്ക് അതിപ്പോൾ സ്വപ്നം കാണാൻ കഴിയില്ല. മറ്റൊരു കാര്യം, 6 വർഷം മുമ്പ് ഇന്ത്യൻ കമ്പനിയെ നടപ്പാക്കി. മുംബൈ ആസ്ഥാനമായുള്ള ശ്രീലക്ഷ്മി സ്റ്റീൽ ഇൻഡസ്ട്രീസ് 2010 മുതൽ ജീവനക്കാരികൾക്ക് ശമ്പളത്തോടു കൂടിയ മാസമുറ അവധി അനുവദിക്കുന്നുണ്ട് എന്ന പുതിയ അറിവുകൾ ഈ വാർത്തയിലൂടെ മാതൃഭൂമി നമുക്ക് തന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ മാതൃഭൂമി പത്രത്തിന് അഭിമാനിക്കാം. കലാഭവൻ മണി ഓർമ്മയായി, മണി മടങ്ങി ഓർമ്മക്കൂടാരത്തിലേക്ക് എന്ന ശീർഷകത്തിൽ മണിക്കൂടാരം എന്ന വീടിൻ്റെ വാതിലിൽ നിന്നുള്ള വാർത്ത ദേശാഭിമാനി നമുക്ക് ഇന്ന് ഒന്നാം പേജിൽ ആദ്യ വാർത്തയായി എത്തിക്കുന്നു. കെ ഗിരീഷാണ് ആ വാർത്ത നമുക്ക് തരുന്നത്. അതിങ്ങനെ: അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ നടുക്കം മാറാത്ത പ്രിയജനതയുടെ കണ്ണീർപ്പൂക്കൾ ഏറ്റുവാങ്ങി കലാഭവൻ മണി യാത്രയായി. ചേനത്ത് നാട്ടിലെ വീട്ടുവളപ്പിൽ സഹോദരപുത്രൻ സിനീഷ് ചിതയ്ക്ക് തീ കൊളുത്തിയതോടെ മലയാള സിനിമയിൽ വിസ്മയം തീർത്ത വ്യത്യസ്തമായ ഒരു അധ്യായത്തിന് തിരശ്ശീല വീണു. തിങ്കളാഴ്ച വൈകിട്ട് 5:30 ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. ഞായറാഴ്ച രാത്രി എറണാകുളം അമൃത ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ആരാധകരുടെ അകം വിട്ട തിരക്ക് കാരണം പല പ്രമുഖ സിനിമാ സ്നേഹിതർക്കും മണിയുടെ ശവമഞ്ചത്തിന് അടുത്തെത്താൻ പോലും കഴിഞ്ഞില്ല. അത്രത്തോളം അടുത്തെങ്ങും നമുക്ക് ദർശിക്കാൻ കഴിയാത്ത, ഒരു മരണത്തിലും ദർശിക്കാൻ കഴിയാത്ത ബഹുജന ആരവവും ബഹുജന പങ്കാളിത്തവുമാണ് ഈ നടന് മലയാളി ജനത സ്നേഹവികാര വായ്പോടെ നൽകിയത് എന്നതും അദ്ദേഹത്തിൻ്റെ അന്ത്യം പോലെ ഒരു അത്ഭുതമായി അവശേഷിക്കുന്നു. മണിയുടെ അകാല മരണ കാരണമെന്ത് എന്നതിനെ സംബന്ധിച്ച് വിവാദങ്ങളുണ്ട് എന്ന കാര്യം നമുക്കറിയാം. ആ വിവാദത്തിലേക്ക് ഒരു തിരനോട്ടം നടത്തുന്നു മലയാള മനോരമ അതിൻ്റെ ഒന്നാം പേജിൽ തരുന്ന വാർത്തയിലൂടെ. മണിയുടെ മരണകാരണം ഗുരുതരമായ കരൾ രോഗം തന്നെ എന്ന് ഡോക്ടർമാർ ഉറപ്പിക്കുന്നു. അല്ലാതെ അതിൽ ദുരൂഹതയില്ല എന്നാണ് മനോരമ പറയുന്നത്. മാരക വിഷാംശമില്ലായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ വാർത്തകളും ഇന്ന് വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരു പ്രത്യേക പോലീസ് സേനയെ തന്നെ, പോലീസ് സംഘത്തെ തന്നെ ഇതിനു വേണ്ടി, അന്വേഷണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അന്വേഷണം ആരംഭിച്ച് കഴിയുകയും ചെയ്തിരിക്കുന്നു. കലാഭവൻ മണിയുടെ ശരീരത്തിൽ മരണത്തിനിടയാക്കുന്ന മാരക വിഷാംശമില്ലായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിഗുരുതരമായ കരൾ രോഗമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഹൃദ്രോഗമുണ്ടായിട്ടില്ല. മദ്യപിച്ചതുകൊണ്ടോ അല്ലാതെയോ വരുന്ന കരൾ രോഗത്താൽ മണി അവശനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കരൾ ഏറെക്കുറെ പ്രവർത്തനരഹിതമായി തുടങ്ങിയിരുന്നു. കരളിന് പഴുപ്പ് ബാധിക്കുകയും പൊട്ടിയൊലിക്കുകയും ചെയ്തു. മരുന്നുകൾ ഫലിക്കാത്ത അവസ്ഥയിലായിരുന്നു ശരീരസ്ഥിതിയെന്ന് ഡോക്ടർമാർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സന്നിഗ്ധതയുണ്ട് എന്ന് മനോരമ കരുതുന്നില്ല. പക്ഷേ മറ്റു ചില പത്രങ്ങൾ വ്യത്യസ്തമായാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാവുകയും ചെയ്യും. കനയ്യകുമാർ ദില്ലിയിൽ JNUവിൻ്റെ ക്യാമ്പസിൽ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങേയറ്റം
ഗൗരവതരമായി സംഗതമായ മുദ്രാവാക്യങ്ങൾ തന്നെയാണ്. ഭൂഖ് മാരി സേ ആസാദി, ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങൾ മോചനം ആഗ്രഹിക്കുന്നു. അതുമാതിരി തന്നെ സാമന്തവാദി സേ ആസാദി, പൂഞ്ചുവാദി സേ ആസാദി, ബ്രാഹ്മൺവാദി സേ ആസാദി, മനുവാദി സേ ആസാദി. അങ്ങനെ ബ്രാഹ്മണ മേധാവിത്വത്തിനും ജാതീയതയ്ക്കും എതിരെയും ജനങ്ങളെ വിഭജിക്കുന്ന മറ്റ് വികാരങ്ങൾക്ക് ഒക്കെ അതിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സംഘവാദീസെ, സംഘികളിൽ നിന്ന് RSSകാരിൽ നിന്നുള്ള മുക്തി, ഇതൊക്കെയാണ് കനയ്യകുമാർ വിളിച്ച മുദ്രാവാക്യം. സാധാരണഗതിയിൽ ഈ മുദ്രാവാക്യങ്ങളൊന്നും ദേശദ്രോഹ വകുപ്പ് ചേർക്കുന്നതിന് കാരണമാകില്ല. അതുകൊണ്ട് ദേശീയ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു എന്ന പേരിലാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, കത്തേരിയ, സാക്ഷാൽ മോദി തന്നെ BJPയിലെ 4 പേരും നടത്തിയത് വലിയ പിഴവായിപ്പോയി. കനയ്യകുമാറിൻ്റെ കാര്യത്തിൽ എന്ന് പറയുന്നത് അവർക്കൊപ്പം നിൽക്കുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശിവസേന എന്ന സഖ്യകക്ഷി തന്നെയാണ്. ആ വാർത്ത സിറാജ് എന്ന പത്രം ദേശീയ പേജിൽ തരുന്നു. കനയ്യ കേന്ദ്ര സർക്കാരിനെ പിഴവ് പറ്റിയെന്ന് ശിവസേന തുറന്നു പറഞ്ഞിരിക്കുന്നു. JNU സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സഖ്യകക്ഷിയായ ശിവസേന. JNU വിദ്യാർത്ഥി യൂണിയൻ നേതാവ് കനയ്യകുമാറിൻ്റെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാരിന് പിഴവ് പറ്റിയിട്ടുണ്ട്. ഇത്തരം നടപടികളുമായി മുന്നോട്ടു പോയാൽ രാജ്യം പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമെന്ന് ശിവസേന എന്ന വിഭാഗീയ വികാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ബോംബെ അധിഷ്ഠിത പാർട്ടിക്ക് തന്നെ പറയേണ്ടി വന്നിരിക്കുന്നു. ആ അർത്ഥത്തിൽ വിഭാഗീയ വികാരങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു രീതി പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടങ്ങി ഹൈദരാബാദ്, JNU, അലഹബാദ് യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് മാത്രമല്ല, ഇന്നലെ മന്ത്രി സ്മൃതി ഇറാനിയെ മനുസ്മൃതി ഇറാനി എന്നാണ് ഇപ്പോൾ ദില്ലിയിലൊക്കെ പറയുന്നത്. ഏതായാലും സ്മൃതി ഇറാനിയുമായി ഇന്നലെ RSS ABVP നേതാക്കൾ ചർച്ച നടത്തി. JNU, അലഹബാദ് എന്നീ യൂണിവേഴ്സിറ്റികളിലെ പ്രശ്നത്തെ മുൻനിർത്തിയാണ് ചർച്ച നടത്തിയത് എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഏതായാലും ശിവസേനയ്ക്ക് പോലും, സഖ്യശക്തിയായ ശിവസേനയ്ക്ക് പോലും BJPയുടെ നിലപാടുകൾ ദഹിക്കാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു. മറ്റൊരു വാർത്ത കൂടി അതേപുറം സിറാജ് നമുക്ക് തരുന്നു. ആർട്ട് ഓഫ് ലിവിങ് പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കില്ല. ശ്രീ രവിശങ്കറിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു സംഘമാണ് ആർട്ട് ഓഫ് ലിവിങ് എന്ന് നമുക്കറിയാം. അവർ ദില്ലിയിൽ ഒരു വലിയ പരിപാടി, ലോകോത്തര പരിപാടി നടത്തുന്നു. ആ പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കില്ല. ഈ മാസം 11 മുതൽ 13 വരെ ദില്ലിയിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിങ് പരിപാടിയിൽ പ്രസിഡന്റ് പ്രണബ് കുമാർ മുഖർജി പങ്കെടുക്കില്ല. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ സമാപന സമ്മേളനത്തിലാണ് രാഷ്ട്രപതി പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ സംഘാടകർ പരിസ്ഥിതി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് യമുനാ തീരത്ത് പരിപാടി നടത്തുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇടപെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏതായാലും പ്രസിഡന്റ് ഒഴിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. കനയ്യയെ സംബന്ധിച്ചൊരു വ്യാജ വീഡിയോ നിർമ്മിച്ചതാരെ? വ്യാജ വീഡിയോ നിർമ്മിക്കുക മാത്രമല്ല, ആ വീഡിയോ 3 ചാനലുകൾ പ്രചരണം ചെയ്യുകയും ഉണ്ടായി, സംപ്രേഷണം ചെയ്യുകയും ഉണ്ടായി. ആ വ്യാജ വീഡിയോ നിർമ്മിച്ചത് സ്മൃതി ഇറാനിയുടെ തോഴി, പ്രചരണ സഹായി, അവരാണ് ശില്പി തിവാരി എന്നാണ് ആ മഹാമഹിതയുടെ പേര്. ശില്പി തിവാരിയുടെ കുബുദ്ധിയിലാണ്, ആ സ്ത്രീയുടെ കുബുദ്ധിയിലാണ്, കുൽസിത ബുദ്ധിയിലാണ് ഇപ്രകാരം ഒരു വീഡിയോ നിർമ്മാണം, തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോ നിർമ്മാണത്തിൻ്റെ ആശയം ഉദയം കൊണ്ടത്. അത് നടപ്പാക്കി 3 ചാനലുകൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. ആ 3 ചാനലുകളിൽ ഒന്നിൻ്റെ പേര് ടൈംസ് നൗ എന്നാണ്. അതെടുത്തു പറയുന്നത് അർണോബ് ഗോസ്വാമിയുടെ ദേശസ്നേഹത്തിൻ്റെ ശബ്ദ മലിനീകരണം മുഴങ്ങിക്കേട്ട ടൈംസ് നൗ ആണ് അതിലൊന്ന്. ഏതായാലും അവർക്കെതിരെ കേസ് വന്നിരിക്കുന്നു. JNU ചാനലുകൾക്കെതിരെ നടപടി. ദീപിക എന്ന പത്രം അത് 1-ാം പേജ് വാർത്തയാക്കിയിരിക്കുന്നു. ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നടന്ന പരിപാടികളെന്ന പേരിൽ
വ്യാജ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച 3 വാർത്താ ചാനലുകൾക്കെതിരെ ദില്ലി സർക്കാർ നോട്ടീസ് അയച്ചു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. രോഹിത് വേമുലയുടെ ആത്മഹത്യയെപ്പറ്റിയും തുടർ സംഭവങ്ങളെപ്പറ്റിയും പാർലമെൻറ്റിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പാരവശ്യത്തോടെ പ്രസംഗിക്കുകയുണ്ടായി സ്മൃതി ഇറാനി എന്ന വിദ്യാഭ്യാസ മന്ത്രി. അവർ പുതിയൊരു വിവാദത്തിൽ പെട്ടിരിക്കുന്നു. നുണകൾ പറഞ്ഞു പാർലമെൻറ്റിൽ എന്നതിൻ്റെ പേരിൽ അവകാശ ലംഘനം അഭിമുഖീകരിക്കുന്ന വിവാദ മന്ത്രിയായ സ്മൃതി ഇറാനി പുതിയ വിവാദത്തിലേക്ക് സഞ്ചരിക്കുന്ന വാർത്ത ഇന്ന് തേജസ് ഒന്നാം പുറത്ത് തരുന്നു. മന്ത്രി സ്മൃതി ഇറാനിയുടെ മോട്ടോർക്കെയ്ഡ് കടന്നു പോകുന്ന വഴി ഒരു ഡോക്ടർ കാറ് തട്ടി മരിച്ചു എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. കാറ് തട്ടി റോഡിൽ കിടക്കുമ്പോൾ മന്ത്രി ഇറാനിയോട് തന്നെ സഹായം അഭ്യർത്ഥിച്ച ഡോക്ടറുടെ മകളുടെ സഹായാഭ്യർത്ഥന കേൾക്കാതെ മന്ത്രി പാഞ്ഞു പോവുകയായിരുന്നു എന്ന ആക്ഷേപം വന്നിരിക്കുന്നു. എന്നാൽ മന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിച്ച വാർത്ത തേജസ് ഒന്നാം പേജിൽ തരുന്നു. കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയുടെ വാഹനമിടിച്ച് പരിക്കേറ്റവരെ സഹായിച്ചില്ല എന്ന പരാതി മന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, തങ്ങളുടെ വാഹനമല്ല ഇടിച്ചത്. മറ്റൊന്ന്, റോഡിൽ ഇടിച്ച് കിടക്കുമ്പോൾ സഹായം അഭ്യർത്ഥിച്ചിരുന്നു, അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സഹായം നൽകണമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് സ്മൃതി ഇറാനി പറയുന്നത്. അത് വലിയൊരു ആക്ഷേപമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. കേരളത്തിൽ ഈ മന്ത്രിയുടെ നാട്യം അഭിനയിക്കാൻ മിടുക്കിയാണത്രേ ഈ മന്ത്രി. പാർലമെൻറ്റിൽ നാം അത് കണ്ടതാണ്. കേരളത്തിൽ ഈ മന്ത്രിയുടെ നാട്യം തികച്ചും മറിച്ചായിരുന്നു. അവർ ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരു സ്ത്രീയെ സഹായിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള സന്ദർശനത്തിനിടയിൽ ആ വാർത്ത നാം വായിക്കുകയും ചെയ്തു. മാധ്യമം എന്ന പത്രം ഇന്ന് അതിൻ്റെ 1-ാം പേജിൽ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത തരുന്നുണ്ട്. മാധ്യമത്തിൽ മാത്രമാണ് ആ വാർത്ത 1-ാം വായനയിൽ കണ്ടത്. ബാങ്ക് ലയനത്തിന് നീക്കം എന്നാണ് ആ വാർത്തയ്ക്ക് മാധ്യമം കൊടുത്തിരിക്കുന്ന ശീർഷകം. 27 പൊതുമേഖലാ ബാങ്കുകൾ 6ആയി ചുരുക്കാൻ പദ്ധതി. AS സുരേഷ് കുമാർ ആ വാർത്ത തരുന്നു ഇങ്ങനെ: ഇന്ത്യയിലെ 27 പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ച് 6 എണ്ണമായി പരിമിതിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നീക്കം. സാമ്പത്തിക മാന്ദ്യം പെരുകുന്ന കിട്ടാക്കടം, മൂലധന പുനർക്രമീകരണം, പ്രവർത്തന സൗകര്യം തുടങ്ങിയ കാരണങ്ങളാണ് അധികൃതർ നിരത്തുന്നത്. പൊതുമേഖലാ ബാങ്കുകൾക്ക് ശക്തമായ മൂലധന അടിത്തറയും ഭദ്രതയും നൽകാനെന്ന പേരിലാണ് ഈ പരിഷ്കരണം വരുന്നത്. ഒരുപക്ഷെ തുടർ വാർത്തകൾ ധാരാളമായി വരാവുന്ന ഒരു വാർത്ത തന്നെയാണ് മാധ്യമം ഇന്ന് 1-ാം പേജിൽ തന്നിരിക്കുന്നത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കണം എന്ന് കേരള നേതാക്കൾ ആഗ്രഹിക്കുന്നു. 1-2 സീറ്റിൽ ജയിച്ച് അക്കൗണ്ടെങ്കിലും ഇപ്പോൾ തുറന്നില്ലെങ്കിൽ ഈ ജന്മത്ത് തുറക്കില്ല എന്നവർക്കറിയാവുന്നത് കൊണ്ട് 1-2 സീറ്റുകളെങ്കിലും ലഭിക്കണമേ എന്ന് മുട്ടിപ്പായി കേരള നേതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ചൂരൽ വടിയെടുത്ത് അമിത്ഷാ അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 10 മണ്ഡലങ്ങളിൽ ജയിച്ചു കയറണമെന്നാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ BJPക്ക് ഞെട്ടലായി അവരുടെ ക്യാമ്പിൽ നിന്ന് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു. BJPക്ക് ഞെട്ടലായി PP മുകുന്ദൻ്റെ പ്രഖ്യാപനം. ദേശാഭിമാനി പൊതുവാർത്താ പേജിൽ ആ റിപ്പോർട്ട് തന്നിരിക്കുന്നു, കാണുക. PV ജിജോയാണ് ആ വാർത്ത തരുന്നത്. BJPയിലെയും RSSലെയും ഒരു വിഭാഗം നേതാക്കളുടെ പിൻബലത്തിലാണ് PP മുകുന്ദൻ്റെ വെല്ലുവിളി. അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കും. തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന മുതിർന്ന നേതാവ് PP മുകുന്ദൻ്റെ പ്രഖ്യാപനം BJPയെ വെട്ടിലാക്കി. പാർട്ടിയിൽ തിരിച്ചെടുക്കാത്തതിലുള്ള പ്രതിഷേധമാണ് സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് പിന്നിൽ എന്ന് BJP കരുതുന്നു. ഈ കാര്യത്തിൽ നാം പരിശോധിക്കേണ്ടത് നേമം, വട്ടിയൂർക്കാവ് എന്നീ മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ BJP വിശ്വാസവും പ്രതീക്ഷയും അർപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ആണ് PP മുകുന്ദൻ മത്സരിക്കാനിട. ഇത് ഒരുപക്ഷെ വരും കാലഘട്ടത്തിൽ BJPക്ക് ഉരുണ്ടുകൂടുന്ന വിമതത്വത്തിന് വളമിടാനിടയുണ്ട്. ഇവിടെ നാം പരിശോധിക്കേണ്ട ഒരു കാര്യം, ഒരു തിരുവനന്തപുരം അനുഭവമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകളിലേക്ക് BJP ജയിക്കുകയുണ്ടായി. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വാഴോട്ടുകോണം വാർഡിൽ ജയിച്ച സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തന്നെ ജയിച്ചു. പക്ഷേ
BJP രണ്ടാം സ്ഥാനത്ത് ആദ്യ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന BJP മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുവെന്ന് മാത്രമല്ല, ആ ചെറിയ തെരഞ്ഞെടുപ്പിൽ 719 വോട്ടുകളാണ് BJPക്ക് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ 2-3 മാസങ്ങളായി നടക്കുന്ന അസഹിഷ്ണുതയുടെ രാഷ്ട്രീയവും യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന പ്രശ്നങ്ങളും അലമ്പുകളും അതുപോലെ തന്നെ ദില്ലിയിൽ നടന്ന കോൽക്കളിയുമൊക്കെ ചേർത്ത് ഒരുപക്ഷെ BJPയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റുകൊണ്ടിരിക്കുന്നുവോ എന്ന് കേരളത്തിലെ BJP നേതാക്കളെങ്കിലും പുനഃപരിശോധിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഈ കാരണങ്ങൾ, ഈ സംഭവഗതികൾ കാണിക്കുന്നത്. BDJSൻ്റെ വോട്ടെത്ര? BJPയുടെ സഖ്യകക്ഷിയാണ്. അതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ജൂനിയർ വെള്ളാപ്പള്ളി തുഷാർ പറയുന്നത് 8 ലക്ഷം അംഗങ്ങൾ ആ പാർട്ടിക്കുണ്ട് എന്നാണ്. ഓരോ മണ്ഡലത്തിലും ഏറ്റവും കുറവ് 15,000 വോട്ടുകൾ ആ പാർട്ടി പിടിക്കും എന്നുകൂടി പറയുന്നു. ഓരോ മണ്ഡലത്തിലും BDJSന് കുറഞ്ഞത് 15,000 വോട്ട്. സിറാജ് എന്ന പത്രം അതിൻ്റെ പൊതുവാർത്താ പേജിൽ ആ വാർത്ത തരുന്നു. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഓരോന്നിലും കുറഞ്ഞത് 15,000-ലധികം വോട്ടുകൾ സ്വന്തമായി ഉണ്ട് എന്ന് BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അവകാശപ്പെടുമ്പോൾ രൂപം കൊണ്ടിട്ട് 2 മാസത്തിനുള്ളിൽ BJPയേക്കാൾ വലിയ ഒരു പാർട്ടിയായി ഈ പാർട്ടി മാറിയിരിക്കുന്നു എന്ന വിഡ്ഢിത്തമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ പരിശോധിക്കേണ്ടത് എന്തെല്ലാം ഘടകങ്ങളാണ്? അതേ സംബന്ധിച്ച വാർത്ത ജന്മഭൂമി ലീഡ് വാർത്തയാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ന്യായാധിപ നിയമനം സംബന്ധിച്ച കരട് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. മാനദണ്ഡം കഴിവും സത്യസന്ധതയുമാകണം. രാജ്യത്തെ ഉന്നത കോടതികളുടെ ന്യായാധിപന്മാരുടെ നിയമന മാനദണ്ഡമായി കഴിവും സത്യസന്ധതയുമാണ് പരിഗണിക്കേണ്ടത് എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. അപ്പോയിൻമെൻറ്റിന് മുമ്പ്, നിയമിക്കുന്നതിന് മുമ്പ് 5 വർഷത്തെ അവരുടെ വിധിന്യായങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. വിമാനം പറപ്പിച്ച് നടന്ന വിജയ മല്യ കേസിൽ കുടുങ്ങിയിരിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ വിജയ മല്യക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് കേസ്. മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ സചിത്രമായി ആ വാർത്ത തരുന്നു. നമുക്ക് ആ വാർത്തയിലേക്ക് സഞ്ചരിക്കാം. വിജയ് മല്യക്കെതിരെ എൻഫോഴ്സ്മെൻറ്റുകാർ കേസെടുത്തിരിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് കിങ്ഫിഷർ വിമാന കമ്പനി ഉടമ വിജയ് മല്യക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. IDBI ബാങ്കിന് 900 കോടി രൂപ കുടിശ്ശിക വരുത്തിയതുമായി ബന്ധപ്പെട്ടാണ് നടപടി. കഴിഞ്ഞ വർഷം CBI രജിസ്റ്റർ ചെയ്ത FIRൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസെടുത്തത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇനി ഫ്ലെക്സ് ബോർഡുകളുടെ പൂക്കാലമാണ് വരുന്നത്. നാട് ഫ്ലെക്സ് ബോർഡുകളുടെ കാടായി ഇപ്പോൾ തന്നെ മാറിയിരിക്കുന്നു. തിരുവനന്തപുരം നഗരവും ഫ്ലെക്സിൻ്റെ കാടാണ്. അതൊന്ന് മാറ്റി ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ 16 ലോഡ് ഫ്ലെക്സുകൾ മാറ്റി. ഇനി ഒരാഴ്ച ഇത് ഒഴിവാക്കൽ പരിപാടി നടത്തിയാലും തീരാത്ത അത്ര ബാക്കിയുണ്ട് തിരുവനന്തപുരത്ത് തന്നെ. കത്തിച്ചാൽ വിഷം എവിടെ കളയും ഇങ്ങനെ എടുക്കുന്ന ബോർഡുകൾ വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമായി ഈ ബോർഡുകൾ മാറുമ്പോൾ വാർത്ത കാണുക. മെട്രോ മനോരമയുടെ ആദ്യ വാർത്ത, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നഗരം വൃത്തിയാക്കാൻ ഇറങ്ങിയ റവന്യൂ വകുപ്പ് നഗരത്തിലെ MG റോഡിലും തമ്പാനൂരിൽ നിന്നും മാത്രം മാറ്റിയത് 16 ലോഡ് ഫ്ലെക്സ് ബോർഡുകൾ. ഇനിയും ഒരാഴ്ച വിശ്രമമറിയാതെ പണിയെടുത്താലേ നഗരത്തിലെ മുഴുവൻ ഫ്ലെക്സ് ബോർഡുകളും നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് വകുപ്പ് പറയുന്നത് എന്ന് ഈ വാർത്ത പറയുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഇന്ന് ലോക വനിതാ ദിനമാണ്. ആ ദിനത്തിൻ്റെ അന്ന് ഒരു വനിതാ വിചാരം നടത്തുന്നു മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ സുപ്രിയ ഒരു ലേഖനത്തിലൂടെ. ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് എന്താണ് കാര്യം? ഒരു 100 വോട്ട് മറിഞ്ഞാൽ മാറാവുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. ജനസംഖ്യയുടെ ഒരു പാതി മുഴുവൻ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്, ജനസംഖ്യയുടെ ഒരു പാതി മുഴുവൻ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് എങ്ങനെയാണ് പുരോഗതി ഉണ്ടാവുക? അവരുടെ പ്രാതിനിധ്യം കാണാത്തത് കൊണ്ട് മൂക്കത്ത് വിരൽ വെച്ച് സുചിത്ര ചോദിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സീറ്റ് വിഭജന ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയ ബഹളങ്ങളും തുടങ്ങുകയായി. കേരളപ്പിറവി മുതൽ ഇങ്ങോട്ടുള്ള 60 വർഷക്കാലം സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെയാണ് തങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണമെങ്കിൽ ഒന്ന് വിചിന്തനം ചെയ്യാം. ഇന്നെങ്കിലും അന്താരാഷ്ട്ര വനിതാ ദിനമാണല്ലോ, ഇന്നെങ്കിലും അത് വിചിന്തനം ചെയ്യാം. തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് നീങ്ങുന്ന നേതാക്കൾ ഈ ലേഖനം വായിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനി ഇന്നത്തെ കാർട്ടൂൺ.
കഴിഞ്ഞ 3 ആഴ്ചകൾ കൊണ്ട് JNU ക്യാമ്പസിൽ നിന്ന് ലോകമറിയുന്ന ഒരു നേതാവ് കനയ്യകുമാർ ഉയിർക്കൊണ്ടു എന്ന് തന്നെയാണ് പറയേണ്ടത്. ആ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ കാർട്ടൂൺ ഒന്ന് കാണാം. പുതിയ പ്രതീകമാണ് കനയ്യകുമാർ. ആ പുതിയ പ്രതീകമായ കനയ്യകുമാറിനെ ഉറച്ച ഒരു തടയാക്കി ബംഗാളിലെ മമതാ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്ന യെച്ചൂരിയുടെ കാർട്ടൂൺ സുരേന്ദർ വരച്ച് ഹിന്ദു ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. തൊഴിൽ രംഗത്താണ് സ്ത്രീ വിവേചനം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഇന്ന് ചില രംഗങ്ങളിൽ ഗതി മാറിയിരിക്കുന്നു. അവിടേക്കൊക്കെ സ്ത്രീകൾ സധൈര്യം കേരളത്തിൽ കടന്നു വന്നിരിക്കുന്നു. അത്തരമൊരു ചിത്രം ഇന്ന് നമുക്ക് കാണാം. ഈ ചിത്രം കാണുക. ആധുനിക ഉപകരണങ്ങളുടെ പിൻബലത്തിൽ തെങ്ങ് കയറുന്ന അനിത പ്രസാദിൻ്റെ ചിത്രം KJ ജോസ് പകർത്തി ദീപികയുടെ 1-ാം പുറം നമുക്ക് തന്നിരിക്കുന്നു. ഈ വനിതാ ദിന ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.